പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ് നബിയെ തങ്ങളെ. കാണാൻ അഴകുള്ള ഒരു സുഗന്ധമുള്ള പൊന്നുമോളാണ് തങ്ങളെ. ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ പൊന്നുമോൾക്ക് നിങ്ങൾ നഫീസ എന്ന പേര് വെക്കുക. ഞാൻ വീട്ടിലേക്ക് പിന്നെ വരാൻ കാരണം ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണെ, നീ വീട്ടിൽ ചെന്നുകൊണ്ട് വിഷയം പറയണോ, എന്റെ പൊന്നുമോൾക്ക് നഫീസ എന്ന പേര് പറയണേ. അൽഹംദുലില്ലാഹ്, ആ പ്രിയപ്പെട്ട പരിചാരികയായ പെണ്ണ് വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ മഹാനായ ഹസനുൽ അൻവർ എന്ന പ്രിയപ്പെട്ട നഫീസ ബിയുടെ പ്രിയപ്പെട്ട വാപ്പ ചെയ്തതെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന മക്കളാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണേ. നമ്മുടെ മക്കളെ നമ്മാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് പ്രിയപ്പെട്ടവരെ. ദുആഉൽ വാലിദി ലി വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ മക്കളെ നന്നാവാറുള്ള ഏറ്റവും വലിയ കാരണമാണെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അംബിത്നാ നബാതൽ ഹസനാ വതഖബ്ബൽഹാ ഖബൂലൻ തയ്യിബാ വജഅൽഹാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, ഒരു വല്ലാത്ത സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടതല്ലോ. എന്റെ ഭാര്യ പ്രസവിച്ചു എന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ ഭാര്യ പ്രസവിച്ച വാർത്ത ഞാൻ അറിയുന്നത് എപ്പോഴാ? ഈ